ഞാൻ 10-ൽ 9 മാർക്ക്. 9 മാർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹിച്ച ചിലത് പ്രാവർത്തികമാക്കാൻ കഴിയാത്തതിൻ്റെ ഒരു കുറവാണ്. ഇവിടെ മാർക്ക് കൊടുക്കാൻ പറ്റിയ പ്രവർത്തനമൊന്നും ആലപ്പുഴയുടെ എം പി കാഴ്ചവെച്ചിട്ടില്ല ഇതുവരെ. എം ആരിഫ് എം പിക്ക് 10-ൽ 10 മാർക്കും കൊടുക്കുകയാണ്. എം പിയുടെ പ്രവർത്തനത്തിൽ മാർക്ക് കൊടുക്കാൻ പറ്റിയൊരു പ്രവർത്തനം നമ്മൾ നോക്കി കാണുന്നത്. 10-ൽ 9 മാർക്ക് കൊടുക്കാം. 7 മാർക്ക്. 10-ൽ എത്ര? കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച LDF സ്ഥാനാർത്ഥിയും നിലവിലെ MP-യുമായ AM ആരിഫ് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. തൻ്റെ പ്രവർത്തനങ്ങൾക്ക് MP 10-ൽ 9 മാർക്കിടുന്നു. തുടങ്ങിവെച്ചതും പൂർത്തിയാക്കാൻ ബാക്കിയുള്ളതുമായ പദ്ധതികൾക്കാണ് 1 മാർക്ക് അദ്ദേഹം മാറ്റിവെക്കുന്നത്. ബുദ്ധിമുട്ടേറിയ സമയത്തിലൂടെ കടന്നുപോയിട്ടും പാർലമെൻറ്റിൽ തൻ്റെ സാന്നിധ്യം അറിയിക്കാനും മികച്ച പ്രകടനം കാഴ്ചവെക്കാനും കഴിഞ്ഞതായി അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. ഒപ്പം ആലപ്പുഴ മണ്ഡലത്തിൽ വർഷങ്ങളായി ഉണ്ടായിരുന്ന ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഒരു പരിധിവരെ കഴിഞ്ഞതായും ആരിഫ് പറയുന്നു. എറണാകുളം അമ്പലപ്പുഴ റെയിൽപാത ഇരട്ടിപ്പിക്കലും ആലപ്പുഴ ബൈപ്പാസ് പൂർത്തീകരണവുമടക്കം നിരവധി നേട്ടങ്ങളാണ് MP ചൂണ്ടിക്കാട്ടുന്നത്. ഞാൻ 10-ൽ 9 മാർക്ക്. 9 മാർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹിച്ച ചിലത് പ്രാവർത്തികമാക്കാൻ കഴിയാത്തതിൻ്റെ ഒരു കുറവാണ്. ബാക്കി ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ MP-മാരുടെ ട്രാക്ക് റെക്കോർഡ് നോക്കിയാൽ ബെസ്റ്റ് പെർഫോമൻസ് നടത്തിയിട്ടുള്ള MP-മാരുടെ പട്ടികയിലാണ് ഞാൻ വരിക. 110ഓളം ഡിബേറ്റുകളിൽ സംവാദങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇന്ത്യൻ പാർലമെൻറ്റ് 293 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. 90 മേൽ അറ്റൻഡൻസ് ഉണ്ട്. എല്ലാ പാർലമെൻറ്റിൻ്റെ എല്ലാ പരിപാടികളിലും പങ്കെടുത്തിട്ടുണ്ട്. സമരങ്ങളിലും പ്രക്ഷോഭങ്ങളിലും അറസ്റ്റ് വരിക്കലിലും എല്ലാം പങ്കെടുത്തിട്ടുണ്ട്. എന്നുവെച്ചാൽ ഒരു പാർലമെൻറ്റ് അംഗം എന്ന നിലയിൽ നിർവഹിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഒരു പക്ഷേ ദൈനംദിനം പത്രങ്ങളിൽ വരുന്ന വാർത്തകൾ, മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ മേൽ ഏറ്റവും അധികം മന്ത്രിമാർക്ക് കത്തുകൾ അയച്ചിട്ടുള്ള MP-മാരുടെ എണ്ണം എടുത്താലും ഞാൻ തന്നെയായിരിക്കും മുന്നിലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാര്യം അത്രത്തോളം പരാതികളും ആക്ഷേപമുണ്ട്. ഒരു ജനപ്രതിനിധി എങ്ങനെയാണ് പാർലമെൻറ്റ് റിലേറ്റഡായി പ്രവർത്തിക്കേണ്ടതെന്നുള്ള കാര്യത്തിൽ എനിക്ക് അഭിമാനപുരസരം ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ഇടപെട്ടിട്ടുണ്ട്. പിന്നെ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടും ഞാൻ ആഗ്രഹിച്ച ഒരു രൂപത്തിലേക്ക് ആലപ്പുഴ ജില്ലക്കാരുടെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതിയായ പാത ഇരട്ടിപ്പിക്കൽ അതിനിപ്പോൾ പൂർണ്ണമായി ഫണ്ട് അനുവദിച്ചു കഴിഞ്ഞു. സ്ഥലം എടുത്തു കൊടുത്താൽ മാത്രമേ പാത ഇരട്ടിപ്പിക്കൂ എന്ന ഇന്ത്യ സർക്കാരിൻ്റെ നയം തിരുത്തിയാണ് ആലപ്പുഴയ്ക്ക് ഇത് അനുവദിപ്പിച്ചതെന്ന് കണക്കാക്കണം. അപ്പോൾ അതിൻ്റെ പിന്നിൽ എന്തുമാത്രം ഓടിയിട്ടുണ്ടെന്നുള്ള ചരിത്രം പറയാനാണെങ്കിൽ 1 മണിക്കൂർ പറയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് സമയമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല, ഓടിയാണ് മേടിച്ചിട്ട്. 1.5 കൊല്ലമായി മുടങ്ങിക്കിടന്ന ആലപ്പുഴ ബൈപ്പാസ് അത് പൂർത്തീകരിച്ച് അത് നമ്മുടെ തർക്കം പരിഹരിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ പ്രശ്നം. അതിന് മുമ്പുണ്ടായിരുന്ന ജോലികളൊക്കെ മുമ്പുണ്ടായിരുന്ന MP-യും സർക്കാരുകളും കൂടി ചെയ്തു. പക്ഷേ തർക്കത്തിൽ 1.5 കൊല്ലം മുടങ്ങിക്കിടന്നു. അതൊരിക്കലും പരിഹരിക്കപ്പെടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കോടതി വ്യവഹാരത്തിൽപ്പെട്ട് കിടക്കുമായിരുന്നു. പക്ഷേ ആ പ്രശ്നം രമ്യമായി പരിഹരിച്ച് അത് യാഥാർത്ഥ്യമാക്കി. അതാണ് എൻ്റെ പ്രധാനപ്പെട്ടത്. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനും കായംകുളം റെയിൽവേ സ്റ്റേഷനും ഇപ്പോൾ അമൃത് ഭാരത് പദ്ധതിയിൽപ്പെടുത്തി 8.5 കോടി രൂപയുടെ വികസന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ പിന്നെ നമ്മുടെ നിലച്ചുപോയ ആലപ്പുഴ ഇങ്ങനെ കായംകുളത്തെ കേന്ദ്രീയ വിദ്യാലയം പുനഃസ്ഥാപിച്ചു. നിലച്ചുപോയി ഇപ്പോൾ എന്നോടൊപ്പം ഈ ആലപ്പുഴ ആകാശവാണി നിലയത്തോടൊപ്പം നിലച്ചതാണ് തിരുവനന്തപുരം ആകാശവാണി നിലയം. അത് ഇതുവരെ പുനഃസ്ഥാപിച്ചിട്ടില്ല. ആലപ്പുഴ പുനഃസ്ഥാപിച്ച് കിട്ടി. അങ്ങനെ ഓരോന്നും എടുത്ത് നോക്കിയാൽ ബൈപ്പാസുകളുടെ നിർമ്മാണങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ ഓരോ പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ടുള്ള ജനപ്രതിനിധി എന്ന നിലയിൽ പിന്നെ ഒരു പഞ്ചായത്തിലൊരു ഡെസ്റ്റിനേഷൻ, ടൂറിസം ഡെസ്റ്റിനേഷൻ എന്ന നിലയിലുള്ള എൻ്റെ ഒരാഗ്രഹമായിരുന്നു. അതിലിപ്പോൾ 15 പഞ്ചായത്തുകൾ ആയി. ബാക്കി മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിൽ ടൂറിസം ഡെസ്റ്റിനേഷൻ എന്ന നിലയിലേക്ക് വരിക. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ആലപ്പുഴയിലെ ഒരു സൈറ്റ് മ്യൂസിയത്തിന്, ഹെറിറ്റേജ് സൈറ്റ് മ്യൂസിയം 250 കോടി രൂപ തത്വത്തിൽ അംഗീകരിപ്പിച്ചു. പക്ഷേ അതിന് ഒരു 250 കോടി രൂപയിൽ 125 കോടി രൂപ സംസ്ഥാന സർക്കാരിലൂടെ വെച്ചാലേ നടക്കത്തുള്ളൂ. അതാണ് ഞാൻ 1 മാർക്ക് കുറച്ചത്. അതിന് ഇപ്പോൾ 125 കോടി രൂപ അയക്കാൻ സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല. സർക്കാർ അത് വായ്പ എടുക്കാമെന്ന് വെച്ചാൽ വായ്പയെ അനുവദിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അല്ലെങ്കിൽ കിഫ്ബിയിൽ നിന്ന് ആ 125 കോടി രൂപ അനുവദിപ്പിക്കാമായിരുന്നു. കിഫ്ബി വായ്പയും ഇപ്പോൾ മറ്റേ സെൻട്രൽ ഗവൺമെൻറ് വായ്പാ പരിധിയിൽ ലിമിറ്റിൽപ്പെടുത്തിയിരിക്കുന്നതുകൊണ്ട് വെക്കാൻ സ്റ്റേറ്റ് ഗവൺമെൻറ് കഴിയുന്നില്ല. അതുകൊണ്ടാണ് ആ പദ്ധതി 250 കോടി രൂപയുടെ പദ്ധതി ഇപ്പോൾ പെരുവഴിയിൽ കിടക്കും. പിന്നെ നമ്മുടെ ആലപ്പുഴ
നമ്മുടെ ഐക്കണാണ് നമ്മുടെ ലൈറ്റ് ഹൗസിന് ലിഫ്റ്റ് അതിവിടുത്തെ ലിഫ്റ്റ് കൊണ്ടുവന്ന് അതെല്ലാം ചെയ്യാൻ പോയപ്പോഴാണ് ഇവിടുത്തെ ഹെറിറ്റേജ് കൺസെപ്റ്റിന് അത് എതിരാണെന്ന് പറഞ്ഞ റിപ്പോർട്ട് പോയി. അത് തൽക്കാലം പെൻഡിങ് ആയി. ഇപ്പോൾ അത് അപ്പീലിൽ പോയിരിക്കുകയാണ്. അപ്പീലിലുള്ള ശാസ്ത്രജ്ഞന്മാരെ എല്ലാം പോയി കണ്ട് ഞാൻ സംസാരിച്ച് വെച്ചിട്ടുണ്ട്. അവർ ഓക്കെ ആക്കിയിട്ടുണ്ട്. കാര്യം ആ ഹെറിറ്റേജ് കൺസെപ്റ്റിന് വിഘാതം ഉണ്ടാക്കാത്ത നിലയിൽ അതിൻ്റെ ബാക്കിലായി ഒരു സുതാര്യമായ ഒരു ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഒരു ലിഫ്റ്റാണ് വരുന്നത്. അപ്പോൾ അത് പ്രശ്നം വരുത്തില്ല എന്ന് പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടൊക്കെ ഉണ്ട്. ഇനി അത് വന്നാൽ അതിവിടെ വരും. അങ്ങനെ ആലപ്പുഴയുടെ നഷ്ടപ്രതാപം വീണ്ടെടുക്കാൻ കഴിയത്തക്ക രീതിയിൽ MLA-മാർ, ജനപ്രതിനിധികൾ, പഞ്ചായത്തുകൾ എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഉള്ള ഒരു ഇടപെടലാണ് ജനപ്രതി എന്ന നിലയിൽ ഞാൻ നടത്തിയിട്ടുള്ളത്. മിക്കവാറും ഒട്ടുമിക്ക എല്ലാ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിലും നേരിട്ട് പങ്കെടുക്കുക, ത്രൂ ഔട്ട് പങ്കെടുക്കാൻ എല്ലായിടത്തും സാന്നിധ്യമാവാൻ പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും ആ നിലകളിലൊക്കെ ഉണ്ടെങ്കിലും ഞാൻ പറഞ്ഞതുപോലെ ചില കാര്യങ്ങളിൽ നമുക്ക് പൂർത്തീകരണത്തിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ അതിൻ്റെതാണ് ഒരു മാർക്ക് കുറച്ചത്. ബാക്കി 10-ൽ 9 മാർക്കും അർഹതപ്പെട്ടത് തന്നെയാണ് എന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. ഞാൻ മത്സരിക്കണോ വേണ്ടതെന്ന് പാർട്ടി ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. ഏതായാലും LDF സ്ഥാനാർത്ഥി ഇവിടെ വിജയിക്കും. വളരെ വളരെ പ്രതികൂലമായ വലിയ പ്രചണ്ഡമായ പ്രചരണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഘട്ടത്തിൽ പോലും ആലപ്പുഴയിലെ 7 അസംബ്ലി എൻ്റെ ഈ മണ്ഡലങ്ങളിൽ ഒരെണ്ണം ഒഴിച്ച് ബാക്കിയെല്ലാം 6 ജയിച്ചതാണ്, LDF ജയിച്ചതാണ്. അപ്പോൾ ഹരിപ്പാട് ഒഴിച്ച് ബാക്കി എല്ലാ മണ്ഡലവും LDF ജയിച്ചത് കൊണ്ട് തന്നെ LDF വീണ്ടും ജയിക്കുമെന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് അത്. അപ്പോൾ തീർച്ചയായും ഏത് സ്ഥാനാർത്ഥി ഇവിടെ മത്സരിച്ചാലും ജനപ്രതിനിധി എന്ന നിലയിൽ ഞാൻ നടത്തിയ പ്രവർത്തനങ്ങളും നമ്മൾ നടത്തുന്ന വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ, ഇന്നിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ കുട്ടികളെ ആദരിക്കുന്ന പരിപാടികളൊക്കെ വിവിധങ്ങളായ ഒരു പരിപാടികൾ സംഘടിപ്പിക്കേണ്ടത്. ഇതെല്ലാം ഒരു ജനപ്രതിനിധി എല്ലായിടത്തും സംഘടിപ്പിക്കാറില്ല. പക്ഷേ ഞാനിത് നേരത്തെ മുതലേ ശീലിച്ചു വന്ന ഒരു രീതിയാണ്. അപ്പോൾ അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളിലൂടെ എല്ലാം ജനങ്ങളുടെ മനസ്സിലേക്ക് കയറി ചെല്ലാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ മത്സരിച്ചാലും എനിക്ക് പകരം വേറെ ആരെങ്കിലും മത്സരിച്ചാലും LDFന് അത് മുതൽക്കൂട്ടായിരിക്കും. എന്നാൽ MPയുടെ പ്രവർത്തനം കാര്യക്ഷമമായിരുന്നില്ല എന്നും മണ്ഡലത്തിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു നടപടിയും ഉണ്ടായില്ലെന്നും വിമർശനവും ഉയരുന്നുണ്ട്. MPയുടെ പ്രവർത്തനത്തിൽ മാർക്ക് കൊടുക്കാൻ പറ്റിയൊരു പ്രവർത്തനം നമ്മൾ നോക്കി കാണുന്നില്ല. കാരണം വേറൊന്നുമല്ല, കഴിഞ്ഞ 5 വർഷക്കാലമായി രാജ്യത്ത് ഭരണം നടത്തുന്നത് MPയുടെ രാഷ്ട്രീയ കക്ഷിയല്ല എന്നറിയാം. പ്രതിപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടാണ് MP നിലകൊള്ളുന്നത്. എന്നിരുന്നാൽ പോലും ഒരു MPക്ക് ഇടപെടാൻ കഴിയുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ആലപ്പുഴ പോലെ ഒരു തീരദേശ ജില്ലയിൽ റെയിൽവേ സംബന്ധിച്ച് എന്ത് ഇടപെടലാണ് MP നടത്തിയിട്ടുള്ളത്? ദേശീയപാതയുടെ പുനർനിർമ്മാണ പ്രവർത്തികൾ നടത്തി വരുന്നു. ജനങ്ങളെല്ലാം ആവലാതിയിലാണ്. ഞങ്ങളടക്കമുള്ള അമ്പലപ്പുഴയിലെ ഒരു ഫ്ലൈ ഓവർ എലിവേറ്റഡ് വേയുമായി ബന്ധപ്പെട്ട സമരത്തിലായിരുന്നു. MP എവിടെയാണ്? അപ്പോൾ MPയെ ഈ ഘട്ടത്തിലൊന്നും കേന്ദ്ര വികസന പദ്ധതികളുടെ ഒരു തയ്യാറെടുപ്പുകളിലോ അത്തരം കാര്യങ്ങളിലോ ഒന്നും MPയെ കാണുന്നില്ല. ആലപ്പുഴ മെഡിക്കൽ കോളേജ് പോലെ സെൻട്രൽ എയ്ഡ് അടക്കം കിട്ടി പ്രവർത്തിക്കുന്ന മെഡിക്കൽ കോളേജ് നിൽക്കുന്ന ഈ പ്രദേശത്ത് MPക്ക് ഇടപെടാൻ കഴിയും. പക്ഷേ ആ ഇടപെടലിലൊന്നും അദ്ദേഹത്തെ കാണുന്നില്ല. പ്രത്യേകിച്ച് രാജ്യത്തെ ഭരണം ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ സ്റ്റേറ്റ് ഗവൺമെൻറ് ഭരിക്കുന്നത് MPയുടെ പാർട്ടിയാണ്. അപ്പോൾ ഒട്ടേറെ പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ MP പ്രദാനം ചെയ്യുന്ന അരൂർ മുതൽ കരുനാഗപ്പള്ളി വരെയുള്ള ഭാഗങ്ങളിൽ ഏറെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റുകളും MPയുടെ രാഷ്ട്രീയ കക്ഷികളാണ് ഭരിക്കുന്നത്. ഇവിടെ ഒന്നും MPയുടേതായ ഒരു ഇടപെടലിലൂടെ യാതൊന്നും വന്നതായി കാണാൻ കഴിയുന്നില്ല. അദ്ദേഹത്തെ വിവിധങ്ങളായ ക്രൈസിസ് ഉണ്ടായിരിക്കുന്ന, ഇപ്പോൾ തീരദേശ മേഖലയിൽ കടൽക്ഷോഭ ഉണ്ടാകുമ്പോൾ MPയെ കാണുന്നില്ല. മറ്റ് കാർഷിക മേഖലയിൽ എത്ര കർഷക ആത്മഹത്യകളുണ്ടായി, MPയെ കാണുന്നില്ല. അപ്പോൾ പ്രദേശത്തൊന്നും സാന്നിധ്യമില്ല, പ്രസ്താവനകളില്ല, പരിപാടികളിലില്ല, ഇടപെടലുകളില്ല. അപ്പോൾ ഇങ്ങനെ ഇല്ലാത്ത ഒരു MPക്ക് എങ്ങനെയാണ് മാർക്ക് കൊടുക്കാൻ കഴിയുന്നത്? അതിന് MPക്ക് യാതൊരുവിധ മാർക്ക് കൊടുക്കാനും ഉള്ള യോഗ്യത ഇന്ന് നിലവിലുള്ള MPക്ക് ആലപ്പുഴ ലോക്സഭാ അംഗത്തിന് നിലവിലില്ല എന്നുള്ളത് അസന്നിഗ്ധം പറയാൻ കഴിയും. അത് 2 തരത്തിലും കണക്കാക്കാം. MPക്ക് കേന്ദ്രാവിഷ്കൃത പദ്ധതി നേടിയെടുക്കുന്നതിൽ കഴിയുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. പ്രത്യേകിച്ചും MPയോട് അവരുടെ രാഷ്ട്രീയ കക്ഷികൾക്ക് എത്രമാത്രം താല്പര്യമുണ്ട് ഇല്ല എന്നുള്ളത് ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് പോലും MPക്ക് ബാക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ ആലപ്പുഴ പോലെ ഒരു മണ്ഡലത്തിൽ സാധാരണപ്പെട്ട ആളുകളാണ് ഇവിടെ ഉള്ളത്, തീരദേശ ജില്ലയാണ്, ഒട്ടേറെ കാര്യങ്ങൾ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പിലാക്കാം. മുന്നേ MP ആയിരുന്ന ശ്രീ KC വേണുഗോപാൽ ഭരണമുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഒക്കെ എത്ര ഇടപെടലുകളാണ് നടത്തിയത്. MP എന്നുള്ളത് നിറഞ്ഞു നിന്ന ആളുകളെയാണ് ശ്രീ KC വേണുഗോപാലിനെയും VM സുധീരനിലൂടെയൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. പക്ഷേ നിലവിലുള്ള MP അരൂരിൽ MLA ആയിരുന്നയാളാണ്. അവരുടെ പാർട്ടിയാണല്ലോ ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റേറ്റിലും ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റും എല്ലാം ഭരിക്കുന്നത്. പക്ഷേ ഒരു സപ്പോർട്ട് അദ്ദേഹത്തിന് കിട്ടുന്നില്ല. അത് നേടിയെടുക്കാൻ അദ്ദേഹം ആർജിതമായ ഒരു ശ്രമം നടത്തുന്നില്ല. കേന്ദ്രാവിഷ്കൃത പദ്ധതി നേടിയെടുക്കുന്നത് മാത്രമല്ല, ഉള്ളത് നടപ്പാക്കുന്നതിൽ പോലും എന്ത് ഇടപെടലാണെന്ന് MP നടക്കുന്നത്? ആലപ്പുഴയിലെ നിങ്ങൾ എടുത്തു നോക്കുക, ഒട്ടേറെ റെയിൽവേ സ്റ്റേഷനുകൾ, എന്ത് നേട്ടമാണ് റെയിൽവേയിൽ ആലപ്പുഴയ്ക്ക് വന്നിട്ടുള്ളത്? ഒരു നേട്ടവുമില്ല. ഇപ്പോൾ ദേശീയപാത ഏറ്റവും കൂടുതൽ
കൂടുതൽ പോകുന്നത് ആലപ്പുഴയാണ്. ഈ ലോക്സഭാ മണ്ഡലത്തിലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കരുനാഗപ്പള്ളി ടു ആരൂർ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാത NH-66 കിടക്കുന്ന മേഖലയാണ്. ഒന്നും തന്നെ ചെയ്യുന്നില്ല. അതുപോലെ തന്നെയാണ് മറ്റ് മേഖലകളിലായ പോലും കാർഷിക മേഖലയിലടക്കം സെൻട്രൽ എയ്ഡ് നേടിയെടുക്കുന്ന വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിലും അടക്കം ഒരു കാര്യത്തിലും MPയുടേതായ ഒരു തനതിടപെടലില്ല, യാതൊരു സാന്നിധ്യമില്ല, സ്റ്റേറ്റ്മെൻ്റ് ഇല്ല, ഒന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ MPക്ക് മാർക്ക് കൊടുക്കാൻ കഴിയില്ല എന്ന് ഞങ്ങൾ തീർത്തും പറയുന്നത്. മികവിനല്ലേ മാർക്ക് കൊടുക്കുന്നത്. മികവുറ്റ പ്രവർത്തനം നടത്താത്തിടത്തോളം കാലം നമുക്ക് പുള്ളിക്കാരൻ മാർക്ക് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. ഏത് പ്രശ്നത്തിലാണ് പുള്ളി ഇടപെട്ട് ആ പ്രശ്നം പരിഹരിച്ചിട്ടുള്ളത്, അങ്ങനെ പരിഹരിച്ചിട്ടുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് പുള്ളിക്ക് മാർക്ക് കൊടുക്കാം. ഇവിടെ മാർക്ക് കൊടുക്കാൻ പറ്റിയ പ്രവർത്തനമൊന്നും ആലപ്പുഴയുടെ MP കാഴ്ചവെച്ചിട്ടില്ല ഇതുവരെ. അതേസമയം MPയുടെ പ്രവർത്തനത്തിന് 10ൽ 10 മാർക്ക് നൽകുന്നവരും മണ്ഡലത്തിലുണ്ട്. AM ആരിഫ് MPക്ക് 10ൽ 10 മാർക്കും കൊടുക്കുകയാണ്. കാരണം MPയായി ചാർജ് വെക്കുമ്പോൾ കോവിഡും അതേപോലുള്ള മഹാമാരിയുടെ കാലത്താണ് അദ്ദേഹം MPയായിട്ട് പ്രവർത്തനം ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ 2 വർഷക്കാലം MP ഫണ്ട് ലഭ്യമായില്ല. ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടും അദ്ദേഹത്തിൻ്റെതാകുന്ന രൂപത്തിൽ ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൽ സജീവമായി ഇടപെടുന്നതിനുള്ള പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. പാർലമെന്റിലടക്കം സജീവമായ ഇടപെടലുകൾ നടത്തിയും മണ്ഡലത്തിന്റെ സമഗ്ര വികസനത്തിനുതകുന്ന റെയിൽവേ, ബൈപ്പാസ്, ദേശീയപാത അടക്കമുള്ള വിഷയങ്ങളിലെ ഇടപെടലുകളും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. 10ൽ 9 മാർക്ക് കൊടുക്കാം. അദ്ദേഹത്തിൻ്റെ പരമാവധി കഴിവുകൾ പ്രയോജനപ്പെടുത്തി കേരളത്തിൻ്റെയും രാജ്യത്തിൻ്റെയും അതോടൊപ്പം അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ഡിവിഷൻ്റെയും എല്ലാത്തരം വിഷയങ്ങളിൽ ഇടപെടാൻ പരമാവധി പരിശ്രമിച്ചിട്ടുള്ള ഒരു MPയാണ്. 7 മാർക്ക്. MPയുടെ ഫണ്ടിൻ്റെ പരിമിതിയിൽ നിന്നും മാക്സിമം ചെയ്യാവുന്നത് ജനങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വികസന പ്രവർത്തനങ്ങൾക്ക് എപ്പോഴും ഊന്നൽ കൊടുക്കാറുണ്ട്. പിന്നെ MPക്ക് ഒരു പരിമിതികളുണ്ട്. ആ പരിമിതിയിൽ നിന്നുകൊണ്ടും 90% പ്രവർത്തിക്കാനായിട്ട് ഉള്ള ഒരു നല്ല കഴിവും നല്ല മനസ്സുമുള്ള ഒരു MPയാണ്. 2019 ഇടത് കോട്ടകളെല്ലാം തകർന്നടിഞ്ഞപ്പോൾ CPMന്റെ മാനം കാത്ത ഏക മണ്ഡലമെന്ന പ്രത്യേകത ആലപ്പുഴയ്ക്കുണ്ട്. ആലപ്പുഴയിൽ മാത്രമായിരുന്നു UDFന് അടിതെറ്റിയത്. കോൺഗ്രസിന്റെ ഷാനിമോൾ ഉസ്മാനെ 10,474 വോട്ടിന് തോൽപ്പിച്ച് AM ആരിഫ് MP ആലപ്പുഴ LDFന് വേണ്ടി പിടിച്ചെടുക്കുകയായിരുന്നു. മത്സര രംഗത്തേക്ക് AM ആരിഫിന് തന്നെയാണ് പരിഗണനയെങ്കിലും ചില ഉൾപാർട്ടി നീക്കങ്ങൾ CPMനുള്ളിൽ സജീവമാണ്. 3 തവണ MLA ആയതടക്കം 20 വർഷത്തോളമായി ആരിഫ് തുടർച്ചയായി 4 ടേമുകളിലായി പാർലമെൻ്ററി രംഗത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഇടത് സംഘടനാ രീതിക്ക് വിഭിന്നമായി തുടർച്ചയായി ഒരാളെ തന്നെ മത്സരിപ്പിക്കരുത് എന്ന് ഒരു വിഭാഗം പാർട്ടി പ്രവർത്തകർ ആവശ്യപ്പെടുന്നു. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ കായംകുളത്തും ചേർത്തലയിലും മാത്രമായിരുന്നു ആരിഫിന് ലീഡുണ്ടായിരുന്നത്. മറ്റ് 5 ഇടങ്ങളിലും കോൺഗ്രസിൻ്റെ ഷാനിമോൾ ഉസ്മാൻ ലീഡ് നിലനിർത്തി. അതുകൊണ്ട് തന്നെ ഷാനിമോളെ ഇത്തവണയും പരിഗണിക്കണമെന്ന ആവശ്യവും കോൺഗ്രസിൽ സജീവമായുണ്ട്. അടുത്ത പരിഗണന KPCC ജനറൽ സെക്രട്ടറി കൂടിയായ AA ഷുക്കൂറിനാണ്. മണ്ഡലത്തിലെ സാമുദായിക ഭൂരിപക്ഷം പരിഗണിച്ചാൽ M ലിജുവിനും സാധ്യത തെളിയും. എന്നാൽ തുടർച്ചയായി ഉണ്ടായ തോൽവികളാണ് ലിജുവിന് തിരിച്ചടിയാകുന്നത്. ആലപ്പുഴയിലെ അഭിമാന പോരാട്ടമായി കണക്കിലെടുത്ത് KC വേണുഗോപാലിനെ തിരിച്ചു കൊണ്ടുവരണമെന്നും കോൺഗ്രസ് പ്രവർത്തകർ ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ദേശീയ തലത്തിലെ സംഘടനാ ചുമതലയും രാജ്യസഭാ അംഗത്വവും അടക്കം ഭാരിച്ച ചുമതലകൾ ഉള്ളതിനാൽ മത്സരിക്കാനില്ല എന്ന നിലപാടിലാണ് KC ഇപ്പോൾ ഉള്ളത്. BJP കഴിഞ്ഞ തവണ മത്സരിച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ KS രാധാകൃഷ്ണൻ്റേത് മികച്ച പ്രകടനമായിരുന്നു. BJPക്ക് ചരിത്രത്തിലാദ്യമായി 1,78,000 വോട്ടുകൾ ആലപ്പുഴയിൽ കിട്ടി. അതുകൊണ്ട് തന്നെ രാധാകൃഷ്ണൻ തന്നെയാകും പ്രഥമ പരിഗണന. BJP സംസ്ഥാന വക്താവ് സന്ദീപ് വചസ്പതിയും ആലപ്പുഴയിൽ കൊല്ലപ്പെട്ട OBC മോർച്ച നേതാവ് രഞ്ജിത്ത് ശ്രീനിവാസന്റെ ഭാര്യ ലിഷ രഞ്ജിത്തും സാധ്യതാ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. LDFനെയും UDFനെയും മാറി മാറി വരിച്ച മണ്ഡലമാണ് ആലപ്പുഴ. അട്ടിമറികളും അടിയൊഴുക്കുകളും ഇവിടെ സജീവവുമാണ്.
അതുകൊണ്ട് തന്നെ മത്സരരംഗത്തേക്ക് ആരെത്തിയാലും തീ പാറുമെന്നുറപ്പ്.